ഹായ് ഗായ്സ്, വെൽക്കം ടു ഡബിൾ ബാരൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടു കാണും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറ ഒരുമാതിരി. അപ്പോൾ ഹൂ നോസ് മീ ബെറ്റർ. ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അമ്മു ആയിരിക്കും. ചോദ്യങ്ങൾ ചോദിക്കുന്നത് അമ്മ, ഉത്തരം പറയുന്നത് ഞങ്ങൾ. അപ്പം അമ്മുവിനെ എത്രത്തോളം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇന്ന് നിങ്ങളെല്ലാം കാണാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമെങ്കിൽ ഒരു ചോദ്യം ഉത്തരം പറയാമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അത് ഏത് ചോദ്യമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ അവസാനം പറയാം. നീ ചോദ്യം കണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്താ? അല്ല, അതിനകത്ത് കാണുമല്ലോ ആ ഒരു ചോദ്യം. എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനാ, അല്ല ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനാ. എന്താണെന്നറിയാവോ? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്തൊക്കെയോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ ഇതെങ്ങനെ ഉത്തരം പറയാമെന്ന് വെച്ചാൽ, അമ്മ ചോദ്യം ചോദിക്കും. ഇതിൽ ആദ്യം വിസിലടിക്കുന്ന ആൾ ഫസ്റ്റ് ഉത്തരം പറയണം. തെറ്റിയാൽ അടുത്ത ആൾക്ക് ചാൻസ്. അപ്പോൾ ഇതിലങ്ങനെ പണിഷ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വയ്യ, അങ്ങനെയാണെങ്കിൽ എല്ലാം ഞങ്ങൾ പണിഷ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ആര് ജയിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ നമുക്ക് ഹൂ നോസ് മീ ബെറ്റർ എന്നൊരു സെഗ്മെൻറ്റിലേക്ക് നമുക്ക് പോകാലോ. മതി ഒരു വിസിൽ വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് അടിക്കാതെ. അത് ഇത് ഉത്തരം ആദ്യം പറയേണ്ട ആളുടെ വിസിൽ അടിക്കണ്ട. അപ്പോൾ ഇത് ഞാനൊരു കാര്യം പറയാം. വിസില് ആദ്യം അടിക്കുന്ന അമ്മു കേൾക്കുന്ന ആളോട് വേണം പറയാം ആദ്യം ആരടിക്കുന്നു എന്ന്. ചെവി ഇങ്ങനെ കൂർപ്പിച്ച് സൈഡിലോട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാ. ഇതിന് ഓപ്ഷൻസ് ഇല്ല ഗൈസ്. ചോദിക്ക്. ക്ലൂ തരാൻ പറ്റും. അറിയാത്ത ചോദ്യമാണെങ്കിൽ ചെറിയ ക്ലൂ തരാൻ പറ്റും. വേണ്ട, ചോദിക്കട്ടെ. ഫസ്റ്റ് ചോദ്യത്തിൽ കിടക്കട്ടെ. ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് എടുത്ത് അടിക്കാനേ പറ്റത്തുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ. ആദ്യത്തെ ചോദ്യമാണ്, ഞാൻ എവിടെ ജനിച്ചേ? ഇവിടെ. TMM. നീ പറയടാ. TMM അല്ലെങ്കിൽ പിന്നെ അടുത്ത ഹോസ്പിറ്റൽ. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്. ഇതൊക്കെ ഓർത്തിരിക്കണം, ഇതൊക്കെ അറിയണം. അമ്മ ജോലി ചെയ്യുന്നതാണ് TMM, അല്ലാതെ ജനിച്ചതല്ല. ജോലി ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് എഴുതണ്ടേ? പോയിന്റ് എഴുതണമല്ലോ. അപ്പോൾ ഗൈസ്, ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഞാൻ തിരിച്ചു വരും ഗൈസ്. അയ്യോ, ഞാൻ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയണേ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇരുന്നത്. പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഇനി തെറ്റിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്കാണോ ഒന്ന് ടെൻഷൻ. ഇത് പൂജ കിട്ടും. അടുത്തരെ, ഞാൻ നമ്മുടെ അമ്മ കുഞ്ഞിലെ എന്തായിരുന്നു വിളിച്ചോണ്ടിരുന്നത്? രണ്ട് കാര്യങ്ങൾ വിളിക്കുമായിരുന്നു. അത് ഏതെങ്കിലും ഒന്നെങ്കിലും പറഞ്ഞ ഓക്കെ. കൊച്ചിലെ ഞങ്ങളും കുഞ്ഞല്ലായിരുന്നു. അമ്മയും പറയുമായിരുന്നു, അമ്മൂമ്മ പറയുമായിരുന്നു. ഞാൻ വിസിലടിച്ചു. നീ മാമ. അമ്മേ. രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ പറയാത്തവർക്ക് ഇപ്പൊ എന്തുവാ? പൂജയുടെ. അപ്പൊ ഇല്ല, ചേച്ചി അഥവാ ആന്റി. ഓക്കെ. ഇത് ഇവിടെ ദത്തെടുത്തതാ. അതെ, ഞങ്ങളുടെ അനിയത്തിയല്ല ഗായ്സ്, തവിട് കൊടുത്ത് വാങ്ങിച്ച അവളെ. അല്ലെങ്കിൽ ആരെങ്കിലും അമ്മ, ചേച്ചി, ആന്റി എന്നൊക്കെ വിളിക്കുവോ? ഞാൻ കണ്ടപ്പോ അമ്മയൊക്കെ പിന്നെ ഞാൻ വലുതായി കഴിഞ്ഞിട്ടൊക്കെയാ വരുന്നത്. എനിക്കറിയില്ല. ശരി. ഇവളുടെ കൊച്ചിനെ മുതലേ അമ്മ അവിടെ ആയിരുന്നു. അപ്പൊ അമ്മ വന്ന ടൈമിൽ അമ്മ സന്തൂർ മമ്മിയായിരുന്നു. അപ്പൊ ആ ചർമ്മമൊക്കെ കണ്ടപ്പോ അമ്മു ചേച്ചി, ആന്റി എന്നൊക്കെ വിളിച്ച് കാണും. സ്വാഭാവികം. അമ്മൂനെയല്ലേ നോക്കി പറയാം. എനിക്ക് വയ്യ അമ്മയാണല്ലോ. അടുത്ത, എനിക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ എനിക്ക് ചോദ്യമാണോ? കഥ പറയാം. ചോദ്യം അല്ലേ? എനിക്കൊരു അവസരം ഇനി കിട്ടുവാണെങ്കിൽ ഫുൾ ചോദ്യം കേട്ട് കഴിഞ്ഞിട്ട് അടിക്കാവേ. കിട്ടുവാണെങ്കിൽ ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്ത് കാര്യമായിരിക്കും ഞാൻ ഇനി ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അവസരം കിട്ടുവാണെങ്കിൽ? എന്തിലേക്ക് പോകാനായിരിക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ചെറിയ ഡിഗ്രി പഠിക്കാൻ. അതുണ്ട്, പക്ഷെ അത് പ്രയോറിറ്റൈസില്ല. പകുതി ഇല്ല, 0.5 മാർക്ക് എനിക്ക് വേണം. ഡോക്ടറാവാൻ. രണ്ടുപേർക്കും തെറ്റിപ്പോയി. രണ്ടുപേർക്കും പോയേ. വക്കീലാവാനാണോ? അത് പണ്ടായിരുന്നു. അതുണ്ട്.
അത് പണ്ടല്ലേ, ഇവൻ പറഞ്ഞത് പിന്നെ ഉണ്ട്. ഉത്തരം പറ. എനിക്കൊരു ആർട്സ് കോളേജിൽ പോയി പഠിക്കണമെന്നുണ്ടായിരുന്നു. ഓ സ്പോർട്സ് അപ്പൊ എനിക്ക് മാർക്ക്. അയ്യോ എനിക്ക് മാർക്ക് ഇല്ല അതൊന്നും ഉദ്ദേശിച്ച ആൻസർ ഞാനിപ്പോ പറഞ്ഞു. എന്തോ സ്പോർട്സ്, ഒരു സ്പോർട്സ് പേഴ്സൺ ആവാൻ. ഓ ശരിയാണല്ലോ. അയ്യോ അല്ലാത്തപ്പോഴേ ഇതെല്ലാം ഓർക്ക്. ഇത് ചോദ്യം വരുമ്പോൾ അടുത്തതാ വേണില്ലല്ലോ. അടുത്തതേ, എനിക്ക് നിങ്ങള് ആദ്യത്തെ ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റ്. വാച്ച്. ആദ്യത്തെ ബർത്ത്ഡേക്ക് നീ കുഞ്ഞാടാവേ. അങ്ങനല്ല, നിങ്ങൾ എനിക്കൊരു ആദ്യമായിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നത് അതെന്താണ്? ആദ്യത്തെ ബർത്ത്ഡേ നിങ്ങൾ ഗിഫ്റ്റ് കൊണ്ട് നടക്കുമല്ലേ? വാച്ച് ആന്ന് വാച്ചാ. ദേ അതാ കൈ കെട്ടേക്കുന്നത്. ഓ നേഴ്സിംഗ് പഠിച്ച വിജയിച്ചപ്പോ എന്തോ ഈ ചോദ്യം ചോദിച്ചു ബർത്ത്ഡേക്ക് ഇത് വാങ്ങിച്ചു തന്നു ഗൈസ്. ഞങ്ങൾ ആദ്യമായിട്ട് അമ്മൂന് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് അതെൻ്റെ കൈ കിടക്കണം കണ്ടാ. പകരം അമ്മു വാങ്ങിച്ചു തന്നത് ഈ വാച്ച് വാങ്ങിച്ചതിന്റെ ഒരു വർഷം പോലും നിന്നിട്ടില്ല, ഓഫായി പോയി. പിന്നെ ഗിഫ്റ്റ് കിട്ടിയില്ലേ? ഞാനാണ് എനിക്കിനി വാങ്ങിച്ചു തരാവിടെ. ആ ഇപ്പൊ ഞാൻ പോവാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ സൗദി ആണല്ലോ. അതെനിക്ക് ഇഷ്ടമൊന്നും അല്ലല്ലോ, പക്ഷെ ഒരു ഗതികേട് കൊണ്ട് പോകാനിരിക്കുന്നതാണ്. അല്ലാണ്ട് എനിക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം ഓസ്ട്രേലിയ, UK, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്. ഇതിലേതാ? എപ്പോഴോ പറഞ്ഞായിരുന്നു ജർമ്മനി. അതവൻ എപ്പോഴാ പറഞ്ഞേ? അത് പിന്നെ പറഞ്ഞ പോയിട്ടൊന്നും UK ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. നീ ജർമ്മനി പോകണമെന്നുണ്ടെന്നായിരുന്നെങ്കിൽ ആദ്യമേ അവിടെ പോയി നേഴ്സിംഗ് പഠിച്ചാൽ പോരായിരുന്നു. ജർമ്മൻ ലാംഗ്വേജ് ഒരു 9 മാസത്തോടെ പഠിച്ചാൽ പോരായിരുന്നു. അവിടെ നിന്ന് നേഴ്സിംഗ് പഠിച്ചാൽ മതിയായിരുന്നു. അതെനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹമൊന്നുമല്ലേ ഗൈസ്, ഇപ്പൊ പൊട്ടിമുളച്ചതാണ്. ഇതിനു മുമ്പേ കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഗൈസ്. ആദ്യം UK, പിന്നെ ഓസ്ട്രേലിയ പറഞ്ഞു, ഇപ്പോഴാണ് ജർമ്മനിയിലോട്ട് പോയത്. എനിക്ക് എൻ്റെ ഒരു ഇത് കൂടുതലും അമ്മ ഓസ്ട്രേലിയ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മ. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഉത്തരം എല്ലാം അറിയാം, പക്ഷെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ മാറുന്നതുകൊണ്ട് ഒന്നിലേക്ക് എനിക്ക് പറ്റുന്നില്ല ഗൈസ്. എൻ്റെ കുഴപ്പമില്ല, ഇത് അമ്മയുടെ കുഴപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എൻ്റെ ഫിസിൽ അറിയായിരിക്കും, എടുത്തു വെച്ചു പറഞ്ഞെങ്കിലും കറക്റ്റ് ആക്കിക്കോട്ടെന്ന് വെച്ചാൽ എഴുതിയെന്നേ ഉള്ളൂ. എൻ്റെ ബർത്ത്ഡേ എന്നാ? May 7, 1999. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഇടയ്ക്ക് ഒന്നെങ്കിൽ ഞാൻ ശരിയാക്കുമെന്ന്. അത് ഈ ചോദ്യമാണ്. ഇത് ഈ ചോദ്യം ഞാൻ ശരിയാക്കിയില്ലായിരുന്നെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ പഴി കേൾക്കേണ്ടി വന്നേനെ. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. താമസിച്ചു പോയി. ഒന്നുണ്ട്, അമ്മൂന് 2-3 ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. അതിലൊരു ബർത്ത്ഡേ നേരത്തെ ഒക്കെ അമ്മ ആഘോഷം ഏതൊക്കെയോ ഡേറ്റില്ല. May 5-ലായിരുന്നു ആദ്യം ആഘോഷം ഉണ്ടായിരുന്നത്. പിന്നെ എത്ര ഇത് മാറിയ ഏത് വർഷം? ഈ അടുത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതാണ് ഞങ്ങൾ അമ്മൂന്റെ ബർത്ത്ഡേ ആഘോഷിച്ചോണ്ടിരുന്നത്. May 7 ആക്കി. ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ May 7 ആക്കി. അതിന് മുമ്പ് എല്ലാം സ്കൂളിൽ കിടന്ന എല്ലാം May 5. ആ ഒരൊറ്റ സാധനം കാരണം ഞാൻ എന്റെ 10ന്റെ സർട്ടിഫിക്കറ്റ് വരെ മാറ്റിയിട്ടുണ്ട് കേട്ടല്ലോ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരുടെ കുറ്റവാ? അച്ഛന്റെ അമ്മയുടെ ആയിരിക്കും. അല്ല, സ്വന്തമായിട്ട് പറയല്ലേ. 10 കൊണ്ട് ചേർത്തപ്പോ ഞാനാണല്ലോ അറിഞ്ഞങ്ങോട്ട് ചെയ്യണം. 10 ഇത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നത് നമ്മളാ, അല്ല അച്ഛൻ വന്നല്ലോ കൊടുക്കുന്നത്. 10 ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്നത് മുതലാണല്ലോ, ആ ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നത് 10 വരെ. 10 വരെ അമ്മൂനെ ബോധമില്ലേ? 10 കഴിഞ്ഞപ്പോഴത്തേക്ക് മാരണമായിരുന്നു തന്നെ. ഞാൻ ആ സ്കൂളിൽ ഗൈസ് മുട്ടായി എല്ലാം കൊടുത്തോണ്ടിരുന്നത് ഗൈസ് 5 എന്നുള്ളൊരു ഡേറ്റ് ഇല്ല. അന്നും എന്നോടാരും പറഞ്ഞു. ആ ടൈമിലൊക്കെ അമ്മൂനെ അറിയാമായിരുന്നു. എന്താണ് ഒരു ബർത്ത്ഡേ കിട്ടിയല്ലോ 5-ാം തീയതി ആണെങ്കിലും. അടുത്ത വായിക്കും. നമ്മള് ഇപ്പൊ വാടകയ്ക്ക് താമസം ഉണ്ടെന്നിട്ട് കൊറേ വർഷമായല്ലോ. അതൊക്കെ ഉണ്ടോ, നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മുടെ താമസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏത്? വീടിന്റെ വലിപ്പം കണ്ടിട്ടാണോ? അതെനിക്കറിയില്ല. കോളേജിന്റെ അടുത്ത വീട് നല്ല വീടായിരുന്നല്ലോ. ഞാൻ തോറ്റു. നമ്മുടെ ഇവിടെ മുത്തൂർ. വീട് അമ്മൂന് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആ വീടല്ല മറ്റേ അപ്പുറ മോഹനമാവന്റെ ഒക്കെ അവിടുത്തെ നമ്മൾ ആദ്യമായിട്ടൊരു കുഞ്ഞു പട്ടിയെ ഉദ്ദേശിച്ചത് അത് പേരകത്തിന്റെ അപ്പുറത്തല്ലേ? മോഹനമാ വണ്ടിയൊക്കെ ഓടിക്കുന്നത്.
അപ്പൊ ഗൈസ് 2 പോയിന്റ് മോനെ അതെ 2-2. 2 പോയിന്റ്. എനിക്ക് ഞാൻ അപ്പൊ 2 കിട്ടിയില്ല, എനിക്ക് സന്തോഷം. ഇത് ഇവര് ഗൈസ് കുറച്ച് ആലോചിച്ച് പറയണം, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്ന് വരത്തില്ല. ഞാൻ ആദ്യമായിട്ട് സ്പോർട്സിന് സ്റ്റേറ്റ് പോയി. അത് ഞാൻ എത്ര പഠിച്ചോണ്ടിരുന്നപ്പോഴാ മോനെ ഞാനിത് കാണാൻ വെച്ചേക്കുവാണോ? ഞാനും അത് തന്നെ പറയാൻ വന്നേ. സ്പോർട്സിലെ സ്റ്റേറ്റ് കളിച്ച വലിയ പുള്ളിയായിരിക്കും. സ്റ്റേറ്റ് ചാമ്പ്യൻ ഒന്നുമില്ല, ഡിസ്കസ് അതൊക്കെയാ ഷോർട്ട് പുട്ട്. പറഞ്ഞു കൊടുക്കും അങ്ങോട്ട്. ഒന്ന് സ്വയം പൊങ്ങിയാന്ന് വിചാരിക്കില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. എല്ലാത്തിന്റെ സ്റ്റേറ്റാ. അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഐറ്റം. എന്തോ ഞാൻ ചുമ്മാ ഞാൻ എന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചേക്കണമെന്ന്. 100 മീറ്റർ അല്ലേ ഇഷ്ടമോ? 100 ആണ്. 400 മീറ്റർ അല്ലേ? എന്താ റിലേ പറഞ്ഞു കൊടുക്കും അല്ലേ? റിലേ പറഞ്ഞു. ഞാൻ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചില്ല, പിന്നെ ഞാനായിട്ട് അങ്ങ് ചോദിച്ചതാണ്. ഇഷ്ടപ്പെട്ടില്ല, അറിയത്തുമില്ല. ഇത് ഒന്ന് ഇതുണ്ടെങ്കിൽ ചിന്തിച്ച് പറയണം. അതെനിക്കുള്ള ചോദ്യം. എൻ്റെ ലാസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്ത് എൻ്റെ റിസൈൻ ഡേറ്റ് എന്ന് അറിയത്തില്ല. ഇന്നത്തെ തീയതി? പിന്നെ ഇന്നത്തെ ഡേറ്റ് അറിഞ്ഞു. അല്ല റിസൈൻ ഡേറ്റ് ആണോ ലാസ്റ്റ്? ഞാൻ ലാസ്റ്റ് എന്നാണോ ഡ്യൂട്ടി ചെയ്തിട്ട് ഇറങ്ങി? 27. ഒക്കെ ഞാൻ ഇവിടെ ഉണ്ട്. മാർച്ച് 23. ഇത് ഈ വർഷം അല്ല കഴിഞ്ഞ വർഷം ഏതായിരുന്നു? കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ മാസം ഏതായിരുന്നു? നവംബർ 23. അയ്യോ 25 ആദ്യം പറയായിരുന്നു. പിന്നെ ഓക്കെയാണ്. ഇവിടെ 27, അപ്പൊ 2 കുറച്ച് പറഞ്ഞു. ഞാൻ 23 അല്ലേ പറഞ്ഞു? 2 കുറഞ്ഞു പോയി. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെറ്റ് പൂച്ച. ഞാന് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള എന്തോത്തിന്? കാലേ ചൊറി വന്നെന്ന് പറഞ്ഞു. എന്റെ കാല കരപ്പനാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാലിലൊന്നും കരപ്പനില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറയട്ടെ, അമ്മൂന് 9ാം ക്ലാസ്സിലെ മറ്റേ മാത്സിന്റെ മാർക്കിന് 50-49 കിട്ടിയെന്ന് പറഞ്ഞപ്പോ കരഞ്ഞു. ഒരു മാർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഒന്ന് പൊങ്ങിക്കോട്ടെന്ന് പറഞ്ഞതാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റുമാണ്. അമ്മ ഇഷ്ടം പോലെ തവണ കരഞ്ഞിട്ടുണ്ട് ഗൈസ്. അതിലില്ല ഏറ്റവും ഇന്റൻസീവായിട്ട് കരഞ്ഞ എപ്പോഴാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ്റെ കാര്യമാണോ? ഇനി എന്തോ പറ. ഞാൻ ആ ക്വസ്റ്റ്യൻ ശരിക്കും മുഴിപ്പിച്ചിട്ട് പോലും ഇല്ല. അതിന് മുമ്പ് വേറെ ക്വസ്റ്റ്യൻ മുഴുവിച്ചിട്ടില്ല. ഒന്നുകൂടെ. അത് മേ ബി ഒരു ജീവിയാകാം. എന്തിനെ കണ്ടിട്ടായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ആ ഒരു ജീവിയെ എൻ്റെ മേത്ത് കൊണ്ടിടുക ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഈ പട്ടിയെ. ഞാനാ പറയാൻ വന്നേ. നീ എന്തിനാ പറഞ്ഞേ? പാറ്റ പറഞ്ഞു. പറ്റത്തില്ലേ? പല്ലി പറഞ്ഞു. കാരണം ഈ കുട്ടി പല്ലി കഴിഞ്ഞിട്ട് ഉടനെ പാറ്റാന്നും പറഞ്ഞു. അതെനിക്കിതാ പോയി. അൺഫെയർ ആയിട്ടുള്ള കളിയാണ് ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഇൻ 10th 10 പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ഓർമ്മയുണ്ടോ? എന്നാ പറ. ടീച്ചർ മലയാളമല്ല, സംസ്കൃതം. ശോഭ ടീച്ചർ. നീ സംസ്കൃതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ സന്ധി ടീച്ചറാ കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് എനിക്ക് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്. ഇത് ഞങ്ങൾക്കറിയോ? നിനക്കറിയോ? സബ്ജക്റ്റിനറിയോ? മാൻ ഇൻ ദി ക്വാളിറ്റി ഓഫ് അവർ ഹെഡ്സ്. പൊക്കോണ ഒറ്റ ഇടിയാ തരും. ഈ നേഴ്സിംഗ് പഠിക്കുന്ന സബ്ജക്ട് ഞങ്ങൾക്ക് അറിയാവോ? അറിയണം. മാത്സ് എല്ലാത്തിലും ഉണ്ടല്ലോ. നേഴ്സിംഗിന്റെ മാത്സ് എളുപ്പമായിരുന്നു. പോയി ഈ നേഴ്സിംഗിന്റെ സബ്ജക്ട് ഞങ്ങൾക്ക് അറിയാനാ. പിന്നെന്തോ എനിക്ക് എന്നെ പറ്റി അറിയാവുന്നേ? 5 വാക്ക് എടുത്തങ്ങോട്ട് പറഞ്ഞു. ഇതൊരുമാതിരി ഊള ചോദ്യമായി പോയി. നിങ്ങളല്ലേ പറഞ്ഞ പറയാത്ത ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൊണ്ടേക്കൊണ്ട് പറഞ്ഞു. കേട്ടോണം. 2 ദിവസം എത്ര ദിവസം ഇരുന്നുണ്ടാക്കിയത്? ഇന്ന് രാവിലെ. ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എങ്ങനെ ആയിപ്പോയി? ബാക്കി പറ. മൈക്രോ ആണ് പാട്. മൈക്രോബയോളജി.
അയ്യോ ബയോളജി എൻ്റെ വായി വന്നതാ പിന്നെ വിട്ട് കളഞ്ഞു. ഞാൻ അട്ടമി പറഞ്ഞില്ലല്ലോ, അതൊന്നും വലിയ കാര്യം. നെക്സ്റ്റ് അമ്മ എന്നെ കുഞ്ഞിലെ എന്തായിരുന്നു കൂടുതലും ഓമനത്തം കൂടി വിളിച്ചുകൊണ്ടിരുന്നത്? ഇവൻ ഉദ്ദേശിക്കുന്ന വാക്ക് എനിക്കറിയാം, നീ പറയടാ. അമ്മക്കളി. അയ്യേ സിൻഡ്രല്ല. കണ്ടാ മതി സിൻഡ്രല്ല. അച്ഛൻ വിളിച്ച നിനക്കറിയാവുന്ന അമ്മ എന്റെ അടുത്ത് പറഞ്ഞ് അപ്പൂനറിയാന്ന് പറഞ്ഞ അപ്പൊ പറയുകയും ചെയ്തു. ഞാൻ തന്നെ ഈ പേര് ആദ്യമായിട്ടൊക്കെ അമ്മിണി. അത് ഇവനല്ലേ? പിന്നെ മത്തങ്ങ അല്ല അമ്പിളിയാ ഞാൻ. അമ്പിളി അല്ല, മത്തങ്ങ നിന്നെ വിളിക്കുമായിരുന്നു. ഇതൊന്നും പറയാതെ അവിടെ ഗൈസ്. പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു ഗൈസ്. അപ്പൊ എന്നെ എല്ലാരും വിളിക്കുന്ന മത്തങ്ങ മത്തങ്ങ. എനിക്ക് പേരറിയത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തമ്പുര്. ദൈവത്തമ്പുരാൻ വിളിക്കാൻ തോന്നിയല്ലോ. എന്റെ അമ്മേ, എന്റെ പൊന്നമ്മേ, അമ്മയ്ക്ക് വിളിക്കാൻ തോന്നിയല്ലോ. അങ്ങനെ വിളിച്ചായിരുന്നു. അടുത്ത ചോദ്യം ചെയ്തു. ഇവിടെ നിങ്ങൾ ഒന്നും എടുത്ത് തലവെക്കല എല്ലാം അമ്മ എന്നെ ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ള അല്ലെ വഴക്ക് പറഞ്ഞിട്ടുള്ള കുഞ്ഞിലേ മുതൽ ആ കാര്യത്തിൽ നിങ്ങളും എനിക്ക് പാര വെക്കുമായിരുന്നു എന്നാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെന്തിനാണ്? ദോശ തിന്നാതിരിക്കുമ്പോ പറഞ്ഞതല്ല, അത് എനിക്ക് ഇഷ്ടമല്ല കേസ്. പാൽപ്പൊടി കട്ട് തിന്നുമ്പോ അല്ലേ? അതാണെന്നാണ് എന്റെ ബലമായിട്ടൊരു വിശ്വാസം. അല്ല, ഞാൻ പാല് കൊണ്ട് മതിലിന്റെ മണ്ടയ്ക്ക് കൂടെ അപ്പുറത്ത്. അത് പാലുണ്ടോ? ആരെ മാർക്കറ്റ് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ വെട്ടു ഞാൻ. അമ്മ എന്നെ ആദ്യമായിട്ട് അടിച്ചത് എന്തോത്തിനാ? വിത്ത് മടൽ. ഏത് വീട്ടിലാണെന്നെങ്കിലും പറയുവാണെ കുഴപ്പമില്ല. അവിടെ കാട്ടുകര. അവിടുന്ന് അരമാർക്കുണ്ടേ. പിന്നെ എന്തിനാ അടിച്ചതെന്ന് പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞു. അതിനല്ല എന്നെ മടലും കൊണ്ട് അടിച്ച്. അതിൽ എന്റെ ഭാഗത്ത് ഗൈസ് ഒരു തെറ്റുമില്ല ഗൈസ്. അമ്മ അത് പ്രോപ്പറായിട്ട് നോക്കാത്തത് കൊണ്ടാണ് എനിക്ക് എന്നെ അടിച്ചത്. എന്താ എന്നിട്ട് അതിനൊരു ചെറിയ വിസില് ഇല്ലല്ലേ? ആദ്യം ഒന്ന് വെച്ചു പിന്നെ ഊതുന്നു. പറയണ്ടെങ്കി വേണ്ട വിട്ടേര്. അറിയാതെ കാണും പറഞ്ഞു പോയെന്ന്. പോയിന്റ് ഒന്നും ഇല്ല കേട്ടോ ആർക്കും. കുളിപ്പിച്ചോണ്ടിരുന്നപ്പോ എന്റെ കൊലുസ് കാലേ കണ്ടില്ല. എന്റെ അമ്മ എന്നെ അടിച്ചു ഗൈസ്. കണക്കായി പോയി. ഇപ്പോഴും അതന്നെ ഗൈസ്. ഒരു കാര്യത്തിന് സൂക്ഷ്മതയില്ല. വള കൊടുത്താ പോയി, മോതിരം കൊടുത്താ കളയും. എവിടെ എങ്ങനെ എന്തോ കൊടുത്താലും ഒന്നുകിൽ കുളിമുറി കൊണ്ട് കളയും, ഒന്നുകിൽ കുളിമുറി. ആകെപ്പാടെ അതിനകത്തുള്ള ഒരു മോതിരം ഏതാന്ന് വെച്ചാൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന മോതിരം എന്ന് വെച്ചാൽ എൻഗേജ്മെന്റ് ഇട്ട് കൊടുത്ത ആ മോതിരം. അതേ ഉള്ളു. അതേ ഉള്ളു ഇച്ചിരി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്. വേറെ ഒന്നുമില്ല. എന്ത് കൊടുത്താലും കളഞ്ഞിരിക്കും. അതുപോലെ ചോദിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് കളയുന്നതല്ല, പക്ഷെ അവളുടെ നമുക്ക് സൂക്ഷിക്കാൻ അറിയത്തില്ല. എനിക്കൊന്നും ഇഷ്ടമല്ല. അടുത്ത ചോദ്യത്തിലോട്ടെ. അടുത്തതേ എന്റെ ബ്രഷിന്റെ കളർ എന്താ? നീ ഇഷ്ടമുള്ള കളർ അങ്ങ് പറ. ഏതാടാ? പച്ചയും വെള്ളയും. ഇതിലൊന്ന് പറ. പച്ചയും വെള്ളം കൂടെ മിക്സ് വരുന്ന കോമ്പിനേഷൻ. വെള്ള പച്ച. വെള്ളമുണ്ട്. എന്റെ ബ്രഷിന്റെ കളർ ബ്രഷ് ചെയ്യുന്നതിന്റെ വെള്ളമുണ്ടല്ലോ അതിന്. വെള്ളയില്ലേ? ഞാൻ ആ ബ്രഷ് എടുത്തോട്ടെ. നിങ്ങള് ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയി. അപ്പൊ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ യു ഡോണ്ട് ഹാവ് എനി ഇമോഷൻസ്. ഗുജറാത്ത്. നിങ്ങൾ എവിടെയാ ഗുജറാത്തിൽ പോയത്? ഒന്നൊരു ചോദ്യം വായിച്ചേ. നിങ്ങൾ ആദ്യമായിട്ട് എവിടെ പോയപ്പോഴാ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത് ഞാൻ കരഞ്ഞു? നമ്മ ഫീൽ ചെയ്ത് ഞങ്ങൾ കണ്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ ഗൈസ്. എന്നിട്ട് ഇവര് പോയിട്ട് വന്നിട്ട് എന്നാൽ ഞാൻ അവിടെ നിപ്പോണ്ടെന്ന് പോയി നോക്കിയില്ല. ഇവര് നേരെ കയറിപ്പോയി ബാഗും ഒക്കെ തൂക്കിക്കൊണ്ട് പോയി കിടന്ന് ഉറങ്ങി. ശബരിമലയ്ക്ക്, മൈസൂർ ഇവര് ടൂറിന് പോയായിരുന്നു. ഇനിയില്ല കഴിഞ്ഞു. ഇവര് 10ാം ക്ലാസ് പഠിച്ചപ്പോൾ നോമ്പ് അപ്പം 8ലായിരുന്നു. ടൂറിന് പോയിട്ട് വന്നിട്ട് ഇവിടെ നിന്നെ കറിയുന്നത്. ടൂറിന് പോയപ്പോ എനിക്ക് കരച്ചിൽ വന്നു ഗൈസ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ പറ? ബിരിയാണി. നീയോ? പൊറോട്ടയും ബീഫും. എനിക്ക് ചട്ടിച്ചോറ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ല, എനിക്ക് ചട്ടിച്ചോറാ ഇഷ്ടം. അത് ഞാൻ ബിരിയാണി വേണോന്ന് പറഞ്ഞോണ്ടല്ലേ നീ ബിരിയാണി. ചട്ടിച്ചോറാ ഇഷ്ടം, പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല. എങ്ങനെ ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടമാ അത്. ആരും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല ഗൈസ്. അതെ, പാതിരാത്രിക്ക് പോയി ഹോട്ടലിൽ പോയി ചോദിച്ചാൽ ചട്ടിച്ചോറ് കിട്ടത്തില്ല. ഓക്കെ, അടുത്തത് കഴിയാറായോ? എത്രയായി? എത്രയായി? ഇപ്പൊ ഞാൻ കുറഞ്ഞ 22 ദിവസമെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല. ഉണ്ട്. എത്രയായി? ഇത്ര ചോദ്യങ്ങളായി? കഴിഞ്ഞോ?
ഇത് ഞാൻ കൈ നിന്നിട്ട് ചോദിച്ചാണ് ഗൈസ്. അപ്പോൾ ആരെ ചോദിച്ചെന്ന് പറയാമോ? അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു Q&A വിജയില്ല ഗൈസ്, 4-4 ഗൈസ്. വേണമെങ്കിൽ ഒരു ചോദ്യം ഞാൻ വേണേ ഉണ്ടാക്കി ചോദിക്കാം. അത്രേ ഉള്ളൂ, ഒരു വിജയെ തിരഞ്ഞെടുക്കണം. ഇതൊരു ആയിട്ട് കണക്കാക്കരുത് ഗൈസ്. ഇതെന്തോ കഥ പറഞ്ഞ് ചോദ്യം ചോദിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അല്ലല്ല എല്ലാ ഇതിലേക്ക് എല്ലാ ഹൂ നോസ് മീ ബെറ്റർ കാണുന്നതിനെക്കാട്ടിലും കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. എനിക്ക് ഈ ചോദ്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടു. അതെ കുറച്ച് വെറൈറ്റി ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ കറക്റ്റ് പറഞ്ഞു. എനിക്ക് ഈ ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാ ഒരു ക്ലീശ ചോദ്യങ്ങളെക്കാട്ടിലും വെറൈറ്റി ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അതെ അമ്മു കുറെ കരഞ്ഞ കഥയും എവിടെ പോയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ടൈ ബ്രേക്കർ ചോദ്യം ചോദിക്കുക. ഗൈസ് ഞങ്ങളുടെ ഒരു സെയിം ഇതിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു ടൈ ബ്രേക്കർ പോലെ എന്തെങ്കിലും വെക്കണ്ടേ? ഒരു ചോദ്യം ചോദിച്ചു, കൈ നട്ടാന്ന് ചോദിച്ചു. ഞാൻ ഇത്രയും അമ്മുവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ച സ്ഥിതിക്ക് ആ ഉത്തരം ഒന്ന് അച്ഛന് പറഞ്ഞു കൊടുക്കരുത്. കുറ്റപ്പെടുത്തിയോ? അങ്ങനെ പറഞ്ഞ പോലെ അമ്മുവിന് മുഖം കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ചോദ്യമാണ് ഗൈസ്. ഓക്കെ, ഫിസിലടിക്കാൻ റെഡി ആയിട്ടിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് ഇത്രയും വരുന്ന ക്രോപ്പ് ടോപ്പ് അല്ലേ? ഇത് ചോദ്യം വേണ്ട, വേറെ നീ പറ. ശരിയല്ലേ? പിന്നെ ധാവണി, ചുരിദാർ അല്ലേ? ചത്താലും ഞാൻ പറയത്തില്ല. സാരി, ടോപ്പാണ്. ടോപ്പ്, ജീൻസ് ടോപ്പ്. ടൈ ബ്രേക്കർ ഇവിടെ. പിന്നെ ഞങ്ങൾ വീണ്ടും തോറ്റിരിക്കുന്നു. വേറെന്താ ചോദ്യം ചോദിക്കണ്ടേ? എനിക്ക് ആദ്യമായിട്ട് എടുത്തു തന്ന ഫോണിന്റെ ഏത് ഫോൺ സെറ്റാ? അമ്മൂന് ആദ്യമായിട്ട് എടുത്തു തന്നല്ലേ? സാംസങ് A23. എനിക്ക് ആദ്യമായിട്ട് സ്വന്തമായിട്ട്. അടിയടാ, വിസിലടിയടാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു ഹൂ നോസ് മീ ബെറ്റർ ചലഞ്ച് ഇവൻ ജയിച്ചിരിക്കുന്നു. എന്നേക്കാൾ നന്നായിട്ട് അമ്മുവിനെ മനസ്സിലാക്കുന്നത് ഇവനാണെന്നാണ് ഇവൻ അഭിപ്രായപ്പെടുന്നത്. എനിക്ക് അതിൽ ഒന്നും പറയാനില്ല. അവൻ ജയിക്കട്ടെ. ഗൈസ് ഇത് ഒരുമാതിരി നല്ല ചോദ്യം ആയതുകൊണ്ട് മാത്രം ഞാൻ ഉത്തരം പറഞ്ഞാണ്. അല്ല ഇത് ഒരുപാടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദ്യങ്ങളൊന്നും കൊള്ളത്തില്ലെന്നല്ല ആദ്യം പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ കേട്ടിട്ട് ചോദ്യങ്ങളൊന്നും നാണമുണ്ടോ? അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എൻ്റെ ഒരു ഹൂ നോസ് മീ ബെറ്റർ കാണും, അവൻ്റെ ഒരു ഹൂ നോസ് മീ ബെറ്റർ കാണും. ഇന്നത്തെ ഈ ഒരു ഹൂ നോസ് മീ ബെറ്റർ അപ്പോൾ നിങ്ങളെല്ലാവരും പറയും, എല്ലാവരെയും കോപ്പി അടിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാവരും കുറേ പേര് ഇതുപോലത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ നേരത്തെ ഇട്ട വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ റീസെൻ്റ് ആയിട്ടാണ് ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറേ ചലഞ്ചസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ പേര് ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നു. പക്ഷേ കോപ്പി അടിയായിട്ടൊന്നും കണക്കാക്കരുത്. അപ്പോൾ കമന്റിലും കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളായിട്ടുള്ള വീഡിയോസ് ചെയ്യുക, ആരെയും കോപ്പി അടിച്ച് ഇങ്ങനെ ചെയ്യല്ലേ. പിന്നെ അല്ലാതെ ഈ നേരിട്ട് കാണുമ്പോഴും കുറേ പേര് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇഷ്ടപ്പെടാറുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ്. ബൈ ബൈ.